നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഇവിടെ വെച്ചല്ല, നമുക്ക് പുറത്തെവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ വെച്ച് സംസാരിക്കാം. എനിക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. തൽക്കാലം ഇനിയിപ്പോ നിന്റെ ഡ്രൈവർ വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. കണ്ണാ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതിന് നിന്റെ ഉപദേശം എനിക്ക് വേണം. അല്ല, അത് ഇവിടെ നിന്ന് പറഞ്ഞ പോരെ? ഏയ്, അത് പോരാ. എനിക്കെന്തോ ഇവിടെ ഇരിക്കുമ്പോ ഒരു വീർപ്പ് മുട്ടൽ പോലെ. ജീവിതത്തില് ഞാൻ ഇത്രയും സംഘർഷം അനുഭവിച്ചിട്ടില്ല. അതിന് കാരണം എന്താടാ? അതിന് കാരണം നീ തന്നെയാടാ. എന്താന്നറിയില്ല, ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിലുപരി എന്തൊക്കെയോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക. നിനക്കിപ്പോ ജോലിയൊന്നും ഇല്ലാത്തോണ്ട് സാമ്പത്തിക പ്രശ്നമായിരിക്കും. എടാ, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊരു പ്രശ്നം തന്നെയാ. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നീയായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാ വന്നത്. അല്ല, തോമസ് സാർ നിന്നെ കണ്ടായിരുന്നോ? ഇല്ല. അദ്ദേഹത്തിന് മഹാലക്ഷ്മിയോട് ഇപ്പൊ ഭയങ്കര ദേഷ്യ. നിന്നെ വഞ്ചിച്ചോണ്ട് അദ്ദേഹം ഇപ്പൊ അവളെ പഴയ രീതിയിലല്ല കാണുന്നത്.